ബോയ്സ് ടു ലൈൻ അല്ല ബാക്കിലെ ഫ്രണ്ടിൽ അടി നിക്ക്. അല്ലല്ല അങ്ങനെയല്ല ഞാൻ ഫ്രണ്ടിലേക്ക് അറിയാനാ റാംബോ മുമ്പിലേക്ക് എന്റെ മുമ്പിലേക്ക്. ലീഡർ ഫ്രണ്ടിൽ നിന്ന് 2 കോലീഡേഴ്സ് നിന്നിട്ട് അവർ കുഴപ്പമില്ല. 3 പേര് സെന്ററിൽ നിന്നിട്ടേ ലീഡറിന്റെ ബാക്കിൽ ഒരാൾ നിന്ന് 2 സൈഡിലുള്ള കോലീഡേഴ്സിന്റെ ബാക്കിൽ അറേഞ്ച് ചെയ്തു. ഓക്കെ ഷേക്കിന്റെ ഫ്രണ്ടിലേക്ക് സെന്ററിൽ നിങ്ങളൊന്ന് വന്നിട്ടേ നമ്മൾ ഈ നിൽക്കുന്ന ഫോർമേഷനിലൊന്ന് ആ സൈഡിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി ഒരു 5 ഗാങ്സിന്റെ മീറ്റിംഗ് ഓൺഗോയിങ് ആണ്. അപ്പൊ വീണ്ടും ഇനി അത് ആദ്യം തൊട്ട് റീ ആയിട്ട് തുടങ്ങണ്ടേ. ഇന്നലെ നമ്മള് മാനേജ്മെന്റ് ആരും ഉണ്ടായിരുന്നില്ല. അപ്പാപ്പനല്ലാതെ ഞാൻ കുറച്ചൊരു കമ്പനി ആവും. ഇപ്പൊ സ്റ്റോപ്പ് സ്പാമിംഗ് റെസ്പെക്ട് അപ്പാപ്പൻ. ക്ലിയർ ആണോ? നിങ്ങൾ റെസ്പോണ്ട് ആ സൈഡ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വരും. അവിടെ ചെന്നാലും ഇതേ ലൈനപ്പിൽ തന്നെ നിക്കാനാ പറഞ്ഞത്, മനസ്സിലായോ? ഓ ഗ്യാങ് വരുന്നാണ് ഒരു സുഖം ഉണ്ടല്ല. ഇതൊക്കാരാ എടാ മേക്കെ. എടാ നമ്മള് റേഡിയോയിൽ പറയുന്ന ഇവർക്ക് കേൾക്കാൻ പറ്റുമോ? അവര് നമ്മളെ റേഡിയോ കയറിയോ? ഓക്കെ ഓക്കെ. ഇവിടെ ഫോർമേഷൻ വേണോ? ഫോർമേഷനിൽ നിക്കണേ. എന്റെ ബാക്കിൽ പെട്ടെന്ന് ഇച്ചിരി ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് നിൽക്കണം. ഇച്ചിരി ബാക്കിലോട്ട് എടാ റേഡിയോ ഓഫ് ആക്കണോ മേക്കെ? എല്ലാരും ഒന്ന് കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് ബാക്ക് ഇറങ്ങി. എല്ലാരും ഒരു സ്റ്റെപ്പ് ബാക്ക് ഇറങ്ങി. സിംഗിൾ സ്റ്റെപ്പ് ബാക്ക് ഇറങ്ങി. മിസ്റ്റർ മാക്ക് അല്ലേ? ഹലോ, നിങ്ങളൊന്ന് ബാക്കിലോട്ട് ഇച്ചിരി, കാരണം ഇത് വെഹിക്കിള് പോകുന്നത്. കുറച്ചധികം ബാക്കിലോട്ടോ, കുറച്ചധികം ബാക്കിലോട്ട്. 10 സ്റ്റെപ്പ് ബാക്ക്. കാരണം അവരും നിങ്ങൾ ഓക്കെ ഒരു 10 സ്റ്റെപ്പ് ബാക്ക്. മതി. ഇതുപോലെ എപ്പോഴും റേഡിയോയിൽ പറയേണ്ടതാ. ഓക്കെ താങ്ക് യു. ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോ. അല്ലാണ്ട് ഇത് റെസ്പെക്ട് അപ്പാപ്പൻ എന്നൊക്കെ. ഇത് നിങ്ങളെ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് ആളെ റെസ്പെക്ട് ചെയ്തിട്ട് എന്തെന്നാ അയാളായിട്ട് ഞാൻ വഴിയെ കമ്പനി ആയിക്കോളാം. ഓക്കെ. എന്താ സൗണ്ട്? ഹലോ, ഞാൻ പറയുന്നത് തിരിച്ചു കേൾക്കുന്ന എനിക്ക്. ഹലോ, ഒരു പൊടിക്ക് ഫ്രണ്ടിലോട്ട് കയറുന്ന ഒരു ട്രയാങ്കിൾ പോലെ 3 പേര് ഫോം ആവൂല. മതി. അത് മതി. ഓക്കെ ഷമീറെ, ഒരു ട്രയാങ്കിൾ ഫോർമേഷന് കറക്റ്റ് എന്റെ നേരെ വന്നേടാ ഷമീറെ. ഷമീർ ബ്രോ കേൾക്കുന്നുണ്ടോ? ഞാനൊന്നും മിണ്ടാത്ത. എടാ ഇനി നീ റെസ്പെക്ട് ചെയ്യണ്ട. ഞാനത് വിട്ട്. അല്ല നീ പിന്നെ എന്തെല്ലോ മാറ്റി ഇതാക്കിട്ടല്ലേ. എന്നാ പിന്നെ ഞാനും തമാശ. എടാ RP ബ്രോ, ക്യാരക്ടർ റേഡിയോ മെമ്പർ സൈലന്റ് ആണ്. അവിടെ വെച്ച് നോ ടോക്സ്. ഓക്കെ.
ഷമീർ കുറച്ച് ഫ്രണ്ട് എടുക്കടാ. എങ്ങനെ പറയൂ സാർ എല്ലാരും ഒന്ന് മാസ്ക് റിമൂവ് ചെയ്തേ. മാസ്ക് ഉള്ളവരെ ഇയാളെ മോന്തതൊക്കെ അയ്യോ അതെന്താ കണ്ടു വെറുതെ ഞാൻ സൂം ചെയ്യാൻ വേണ്ടി കണ്ടെടുത്തതാ. ഒന്നുമില്ല സാർ. എടാ അവിടെ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? ഇല്ല കണ്ണൊന്നുമില്ല. ഗണ്ണൊന്നുമില്ല, ഗൺസ് ഇല്ല. ഹോട്ട് ബാർ റിമൂവ് ചെയ്തു. ഇല്ല, ഹോട്ട് ബാർ റിമൂവ് ചെയ്തു. നമ്മുടെ ഗ്യാങ് ഹൗസ് മനസ്സിലായി. ഇതില് മിസ്റ്റർ എക്സ് ഏതാ? മിക്സ്ഡ് എക്സിന്റെ ഹെഡ് അവിടെ ഉണ്ട് ഫ്രണ്ടില്. അതിന് അതോറിറ്റി ഒരു മിനിറ്റ്. ഈ പച്ച ഡ്രസ് ഇട്ട് നിൽക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ പോകുന്നത്, അത് മിസ്റ്റർ എക്സിന്റെ ലീഗൽ സൈഡ് നോക്കുന്ന ആൾക്കാരാ. ലെഫ്റ്റ് സൈഡിൽ ബാക്കിൽ പോകുന്നുണ്ടോ ഗണ്ണ് പിടിച്ചിട്ട് ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടുള്ള മിസ്റ്റർ എക്സിന്റെ, അവര് മിസ്റ്റർ എക്സിന്റെ ഇല്ലീഗൽ സൈഡ്സ് നോക്കുന്ന ആൾക്കാരാ. മനസ്സിലായോ? അപ്പം ഇത് ഇവർക്കൊക്കെ ഒരു ഹെഡ് ഉണ്ട്. ഹെഡ് ഇപ്പൊ അവിടെ ഓൾറെഡി സംസാരിച്ചോണ്ട് കഴിഞ്ഞിട്ട് അത് ഒരു ഇൻട്രോഡ്യൂസ് ചെയ്യും. നമുക്കറിയില്ല ആരൊക്കെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് അല്ല, ഇത് ഹൈറാർക്കീസിലുള്ള എല്ലാരും നമുക്ക് എപ്പോഴും കാണാൻ കഴിയൂല. ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇപ്പൊ മാത്രമേ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഡയറക്റ്റ്. ലൈക്ക് ഒരു ഇല്ലുമിനാറ്റിയാ. മനസ്സിലായോ? ചെറിയൊരു എടാ ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്നോണ്ടാ കുറച്ച് സീരിയസ് അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നും. അത് കണ്ണിൽ അറിയാണ്ട് എന്റെ കയ്യിൽ നിന്ന് കണ്ടു വന്നതാണ്. ഷമീർ കുറച്ചുകൂടി ലൈന് പ്രോപ്പർ. ബ്ലേക്ക് കുറച്ച് ലെഫ്റ്റിൽ വെക്കണം. റാംബോ കുറച്ച് ലെഫ്റ്റിൽ വെക്കണം. റയാൻ കുറച്ച് ലെഫ്റ്റിൽ വെക്ക്. എടാ F4 ക്രോസ് ആംസ് 4 അടിച്ച് ക്രോസ് ആംസ് 4 കാണുന്നില്ലല്ലോ. കിട്ടി. അവർക്ക് കൊടുത്ത കോളാ. അല്ല ഞാനെന്താ ഇവിടെ ഉണ്ടപ്പോ ബാക്കില് ഒരു കൈ കെട്ടി വിൽക്കാനുള്ള കോള കൊടുത്തതാ. ഏതെങ്കിലും കൊടുത്താൽ എല്ലാരും ഫുഡും വെള്ളമൊക്കെ കഴിച്ചോണേ. എല്ലാരും ഫുഡും വെള്ളം നോക്കണേ. എന്റെ കൈ ബാക്കി കെട്ടാൻ പറ്റുള്ള അല്ല ബാക്ക് അടിക്കുക. ഇനി F4 ഞെക്കിയിട്ട് സെർച്ചിന്റെ അവിടെ ക്രോസ് ഹാൻഡ്സ് HANDS ക്രോസ് അടിച്ച് ഹാൻഡ്സ്. FPS ഗ്രാഫിക്സ് എന്തോ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. T/FPS അടിക്കും. റാപ്പിഡ് ബൂസ്റ്റ് സെലക്ട് ചെയ്യും. ഓക്കേ സെറ്റ് റേഡിയോയിൽ കേറിട്ട് ഓരോ ടീമിനാണ്. എടാ മൗസുമെന്ന് കൈ എടുക്ക്. നിങ്ങൾ എന്താ ക്രോസ് ഹാൻഡ്സ് CROSS HANDS. ഫാൽക്കൺ നീ എന്റെ കുറച്ച് ലെഫ്റ്റിലേക്ക് വന്നോ. ആരാ ഇറങ്ങിയത്? ലെഫ്റ്റ് സെർവർ ടക്കായി ഇറങ്ങിയോ? കേക്കാം പറയോ. റേഡിയോ എല്ലാവരും ഒന്നും മിണ്ടാണ്ടിരിക്കാൻ. ഞാൻ അവിടെ അത്യാവശ്യ കാര്യത്തിലാ. ഓക്കെ സാർ പറയോ. ഗ്ലാസ് ബിൽഡിങ്ങിന്റെ സൈഡിലേക്ക് ഒന്ന് ഫ്രണ്ട് ആയിട്ട് വന്നാ. ഏത് ബിൽഡിങ്ങോ? റാംബോ ഹലോ. ഓക്കെ ക്രോസ് ആംസ് അല്ല ഹാൻഡ്സ്. ബാക്ക് വരെ കേൾക്കുന്നുണ്ടോ? കേക്ക സാർ. ബാക്ക് വരെ കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഇല്ല എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ സാർ പറയുന്നത്? ത്രീ ലൈൻ ആക്കോ.
ഓക്കെ ഓക്കെ ഗൈസ് എല്ലാരും എല്ലാരും 111 കട്ടി 111 കട്ടി ഷേക്കിന്റെ ബാക്കി വന്നാ മതി, ഷേക്കിന്റെ ബാക്കി വന്നാ മതി, ബാക്കിയുള്ളത് മതി. ഗൈസ് തൂറിയ പോലെ ആക്കല്ല. പ്രോപ്പർ ലൈൻ ഓക്കെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ബാക്ക് വരെ കേൾക്കുന്നുണ്ടോ? ഓക്കെ. റാംബോ സൈലന്റ് എല്ലാരും സെറ്റുള്ള ഫൈലേ? മൈക്ക് ഓഫ് ആക്കാരോ? മനസ്സിലായല്ലോ. അതിന് ഞാൻ പുഷ് ടോക്കാടാ പൊട്ടാ. കറക്റ്റ്. സോറി. ഓക്കെ അല്ലേ? ഫോണും റേഡിയോ സൈലന്റ് ആക്കണേ. റേഡിയോ സൈലന്റ് തൊപ്പി അല്ല മാറിപ്പോതാ ഫോൺ മാറ്റി. എല്ലാവരുടെ അടുത്തും ഒന്ന് പറഞ്ഞേക്കണേ. ഗുഡ് നൈറ്റ് പറ. ഓക്കെ എല്ലാരും ഹോട്ട് ബാറിൽ നിന്ന് ഗണ്ണ് മാറ്റണേ. സൗണ്ട് ഓക്കെ അല്ലേ? കുഴപ്പമില്ല. നിപ്പില് നിന്നാ മതി. ഈ സെന്റർ ലൈൻ പ്രോപ്പർ അല്ല. ഒന്ന് ബാക്കിലുള്ള ആൾക്കാരുടെ ഫ്രണ്ടിലുള്ള ആൾക്കാരെ നോക്കിയിട്ട് പ്രോപ്പർ ആയിട്ട് നിൽക്കും. ഓക്കെ. മെസ്സേജ് അയച്ചു കഴിഞ്ഞായിരുന്നോ? ലീഡർ അല്ലേ? സൈലന്റ് ആക്കിയതാ സാർ. ഓക്കെ അല്ലേ എല്ലാരും? സോ ഓക്കെ. സോ കുഴപ്പമില്ല. സോ MRC, യെസ്. നിങ്ങൾ ഓൾറെഡി ഇന്നലെ ഒരു മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ലീഡർ തൊപ്പിക്കാരൻ. ഓക്കെ. കോ ലീഡേഴ്സ് ആയിരുന്നത്. ഓക്കെ. സോ മൈസെൽഫ് ഗോസ്റ്റ്. നമുക്ക് ഹായ് ഗോസ്റ്റ്. കേൾക്കുന്നില്ലേ? യെസ് കേൾക്കാം. ബാക്ക് വരെ കേൾക്കുന്നില്ല? ഇല്ല സാറേ, എനിക്കൊന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? എനിക്കും കേൾക്കാം. എനിക്കൊന്നും കേൾക്കുന്നില്ല. ഓക്കെ കുഴപ്പമില്ല. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ. ഏതാ? പുറത്താ? ഓക്കെ പറഞ്ഞോളൂ സർ. ഓക്കെ. സോ നിങ്ങൾ ഇന്നലെ മീറ്റിങ്ങിന് വന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽസ് എന്റെ ടീമിലുള്ള ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. സോ മൈസെൽഫ് ഗോസ്റ്റ്, ഞാനാണ് ഷാഡോ ടീമിന്റെ ഹെഡ്. വി വിൽ ബി ഡൂയിങ് ദ ഇല്ലീഗൽ ബിസിനസ്. ഓക്കെ സർ. ഓക്കെ. നോട്ട് മിസ്റ്റർ എക്സ്. ഷാഡോസ് വിൽ ബി ഡൂയിങ് ദ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. ഓക്കെ സർ. Okay. So basically we are a wing of Mr. X, but അതെല്ലാവർക്കും അറിയത്തില്ല. ഓക്കെ. ഓൺലി ടോപ്പ് മിസ്റ്റർ എക്സിലുള്ള ടോപ്പ് ഉള്ള ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു വിങ്ങാണ് ഞങ്ങളുടെ. അതർ ദാൻ ദാറ്റ് നോ വൺ നോസ്. സോ നിങ്ങൾ ഗണ്ണ് ഇത് എല്ലാം മേടിക്കുന്ന സമയത്ത് മിസ്റ്റർ എക്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്ന് പറയരുത്. കാരണം അവർക്ക് അറിയത്തില്ല, അവിടെ നിൽക്കുന്ന ഗാർഡ്സിനോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ബാക്കി ഓഫീസിലുള്ള ആൾക്കാർക്കോ ഞങ്ങൾ ആരാണെന്നോ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്നോ എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. സോ അവരടുത്ത് പോയി ചോദിച്ചിട്ടോ അവരുടെ പേര് വിളിച്ചു പറഞ്ഞിട്ടോ കാര്യമില്ല. ഓക്കെ സാർ. ഓക്കെ. ആൻഡ് എനിക്ക് എല്ലാവരുടെയും നെയിം എന്ന് പറഞ്ഞാൽ ഗുഡ്. എടാ എല്ലാരും ഒന്ന് പേര് പറ. മൈസെൽഫ് തൊപ്പിക്കാരൻ, ദ ലീഡർ ഓഫ് MRC, ആൻഡ് മൈസെൽഫ് MRC ഷമീർ, കോ ലീഡർ. ഒരാൾ അറ്റ് എ ടൈം, ഒരാൾ കംപ്ലീറ്റ് ചെയ്തിട്ട്. ലീഡർ കംപ്ലീറ്റ് ചെയ്തായിരുന്നു? അതെ, കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഓക്കെ. ആൻഡ് ഷമീർ ആൻഡ് മൈസെൽഫ് ഷെയ്ഖ്. നിങ്ങൾ മൂന്നുപേരും കോ ലീഡേഴ്സ്. മാക്, ഷെയ്ഖ് ആൻഡ് ഷമീർ. ഓക്കെ. അതെ. റെസ്റ്റ്.
റാംബോ MRC ഗ്യാങ് മെമ്പർ. ഓക്കെ. Chaps Parker. ഓക്കെ. Myself Falcon. ഫാൽക്കൺ. ഓക്കെ. ബാക്കില് ഷിബു. പേര് നിങ്ങളുടെ കേൾക്കുന്നുണ്ടോ? ചിരിക്കല സീരിയസ് ചിരിക്കല. ഓക്കെ. Myself Blake, MRC member. ഓക്കെ. ഓക്കെ. ഓപ്ഷൻ DNN. ഓക്കെ. ഓക്കെ. Alan. അലൻ. Charlie Davidson. ചാർലി ഡേവിഡ്സൺ. ഓക്കെ. പ്രണവ് അടുത്തവര് പറയും. ആണോ? ഓക്കെ ഓക്കെ. അവര് പറയുന്നതനുസരിച്ച് സൂപ്പർ. ഓക്കെ. നമുക്ക് ഓക്കെ ഓക്കെ എന്ന് പറയുന്നത് അറിയാണ്ട് വെളിയിട്ടോല്ല. പോലീസിന്റെ മുകളിലാ. ഹലോ MRC രാജു ഭായ്. സീരിയസ് അയാള് ബാക്കിലെത്തി. അതുകൊണ്ട് പിന്നെ സംസാരിച്ചതാവും. അയാള് കേൾക്കുമ്പോ നമ്മൾ അങ്ങനെ സംസാരിക്കൂലല്ലോ. അയാളെന്തോ കിങ്ങടെ ഇല്ലീഗൽ. താങ്ക് യു സർ. വെൽക്കം ടു എക്സ്ലാൻഡിസിറ്റി. താങ്ക് യു സോ മച്ച്. ആൻഡ് വെൽക്കം ടു ഷാഡോസ്. താങ്ക് യു സോ മച്ച്. സോ ലീഡർ ഉള്ളത് കൊണ്ട് ബാക്കി ഡീറ്റെയിൽസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഐ തിങ്ക് യെസ്റ്റർഡേ എന്റെ ടീം ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ബട്ട് നോട്ട്. നിങ്ങളുടെ അസറ്റ്സ് എല്ലാം കിട്ടിയായിരുന്നോ? അതെന്താ സാധനം? ഡ്രസ് മാത്രമേ കിട്ടിയുള്ളൂ. ഓക്കെ. സോ അസറ്റ്സ് വൺസ് നിങ്ങളുടെ ഗ്യാങ് വണ്ടി, ഹെലി, ഫാമിലി ഹൗസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൺഡേ വേണമെങ്കിൽ കൺസൈൻമെന്റ് ബുക്ക് ചെയ്യാം. കൺസൈൻമെന്റ് ഓക്കെ സൺഡേ ചെയ്യാം സാർ. ബട്ട് അസറ്റ്സ് വേണം നിങ്ങളുടെ സൺഡേയുടെ മുന്നേ. അല്ല നിങ്ങളുടെ എല്ലാം കിട്ടിയോ നിങ്ങൾക്ക്? ഗ്യാങ് വണ്ടി ടെമ്പററി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് സൺഡേ വന്നിട്ട് നിങ്ങൾക്ക് കൺസൈൻമെന്റ് ബുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ കൺസൈൻമെന്റ് ബുക്ക് ചെയ്യണതിന്റെ ഒരു പ്ലാനിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺഡേസ് മാത്രമായിരിക്കും നമ്മളായിട്ട് കൺസൈൻമെന്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മാസത്തിൽ ഒരു കൺസൈൻമെന്റ് ആയിരിക്കും ഒരു ഫാമിലീസിന്. എവരി ഫാമിലി. അപ്പൊ നിങ്ങൾ സൺഡേസ് 10 o'clock to 12 മണി വരെ ആയിരിക്കും കൺസൈൻമെന്റ് ബുക്ക് ചെയ്യാനുള്ളത്. 9:30 തൊട്ടിട്ട് നിങ്ങൾക്ക് നമ്പർ യെല്ലോ പേജിൽ ഡ്രോപ്പ് ചെയ്യാം. നമ്പർ ഡ്രോപ്പ് ചെയ്യുന്ന ആദ്യം ആരിടുന്നോ അവരെ ആയിരിക്കും വിളിച്ച് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്ത് വിടുന്നത്. ഓക്കെ സാർ. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഷാഡോസ് ആയിട്ടുള്ള എല്ലാ മീറ്റിങ്ങിനും ലീഡറോ കോ ലീഡറോ മാത്രമായിരിക്കും വരേണ്ടത്. നോ മെമ്പേഴ്സ്. ലീഡറോ കോ ലീഡറോ അല്ലാതെ നോ മെമ്പേഴ്സ് ആർ അലൗഡ് ഓർ ഗാർഡിയൻസ് ആർ അലൗഡ്. ഓക്കെ സാർ. അണ്ടർസ്റ്റുഡ്. ഓക്കെ. ഷമീറ. ഓക്കെ സാർ. അടുത്ത എന്താ? ആൻഡ് ഗൺസിന്റെ കാര്യം. നിങ്ങൾക്ക് കൺസൈൻമെന്റ് കിട്ടുന്ന ഗൺസ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം ടു ഫാമിലി മെമ്പേഴ്സ്, നോട്ട് ടു സിറ്റിസൺസ്. സിറ്റിസൺസിലോട്ട് ഗണ്ണ് പോകുന്നത്, ഓവർഫ്ലോ ആവുന്നത് വളരെയധികം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി സിറ്റിയിലുള്ള ഫാമിലീസിനെ നമ്മൾ ഓൾറെഡി വാൺ ചെയ്ത സംഭവമാണത്. ആൻഡ് സ്റ്റിൽ ഇറ്റ്സ് ഹാപ്പനിങ്. ആൻഡ് നിങ്ങൾ പുതിയതായതുകൊണ്ട് കൺസിഡറേഷൻ തരുന്നതല്ല, ബട്ട് കറന്റ്ലി നമ്മൾ ഇട്ടേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 80 lakh ആണ് ഒരു ഗണ്ണിന്. 80 lakh ബ്ലാക്ക്. അത് പ്രോബ്ലം അല്ല. ബിക്കോസ് അത് നിങ്ങൾ വിൽക്കുന്നത് 5 CR വരെ നിങ്ങൾക്ക് വിൽക്കാം. സോ അത് 80 ലാഖിനാണ് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു കൺസൈൻമെന്റിനുള്ള ഒരു ഗണ്ണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് അത് നിങ്ങൾക്ക് 60 ഗൺസ് വരെ നിങ്ങൾക്ക് അത് അവൈൽ ചെയ്യാം. ആൻഡ് പോർഷൻസ് ഓൾസോ. ഇപ്പൊ ഓക്കെ ആണോ?
അത് 5 CR നിങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എന്നല്ല ഇപ്പൊ കറന്റ്ലി നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കി പോകുന്നുണ്ട്. അത് പഴയ പോലെ മതിയോ? വി ആർ റേസിംഗ് അവർ മാർക്കറ്റ് പ്രൈസ്. അത് 4 CR വരെ, ഒരു കണ്ണിന് 4 CR ബ്ലാക്ക് വരെ ഞങ്ങൾ റേസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ സാർ, ഓക്കെ. സോ അതിന്റെ ഒരു അപ്ഡേറ്റ് എന്തായാലും വരും. ആ അപ്ഡേറ്റ് വരുന്നത് വരെ 80 lakhs തന്നെയായിരിക്കും. ഇപ്പോ കറന്റ്ലി വരുന്ന സൺഡേസിന് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും 80 lakhs തന്നെയായിരിക്കും ബുക്ക് ആവുന്നത്. ഓക്കെ. അതുപോലെ നിങ്ങളുടെ ഫാമിലീസിൽ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ മിസ്റ്റർ എക്സ് ആണ് ഗണ്ണ് തരുന്നത് എന്ന് സിറ്റിസൺസും അവിടെയും ഇവിടെയും ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണെന്നുണ്ടെങ്കിൽ there will be actions, because ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് മിസ്റ്റർ എക്സ് ആയിട്ട് യാതൊരു ടൈപ്പും ഇല്ല. very different wing from them. Okay. സോ അത് അല്ല, നമുക്ക് ഷാഡോസ് ആണ് സപ്ലൈ ചെയ്യുന്നത്, അങ്ങനെ നമ്മളത് പറയേണ്ട ആവശ്യമില്ലെന്നാണോ? അതോ ഷാഡോസ് അതിന് പറയേണ്ട ആവശ്യമില്ല. ഗൺസ് നിങ്ങളുടെ കയ്യിലാണ് തന്നേക്കുന്നത്. ഞങ്ങള് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഗണ്ണ് നിങ്ങൾക്ക് ഫാമിലീസിനും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഫാമിലീസിന് സെല് ചെയ്യാനായിട്ടാണ് നിങ്ങൾക്ക് ഗൺസ് തന്നത്. ഗോയിങ് ഫോർവേഡ് ഈ ഗൺ ഷോപ്സ് കാര്യങ്ങൾ ഒരു 2 months വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ആ ഗൺ ഷോപ്സ് എടുക്കുന്ന ടീംസ് മാത്രമായിരിക്കും കൺസൈൻമെന്റ്സ് ഞങ്ങളായിട്ട് എടുക്കുന്നത്. ഓക്കെ. പിന്നെ ഈ സിറ്റിസൺ സൈഡിലോട്ട് ഗൺസ് ഓവർഫ്ലോ ആയി കഴിയുമ്പോൾ ഈ ഗൺ ഷോപ്പ് എടുക്കുന്ന ടീംസ്, ഇപ്പൊ നിങ്ങളാണ് ഒരു ഗൺ ഷോപ്പ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാവും. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ തിങ്ക് ചെയ്യുക. അപ്പൊ സിറ്റിയിൽ ആരെങ്കിലും ആസ് പെർ നമ്മൾ ഓൾറെഡി എല്ലാ ഫാമിലീസിനും കൊടുത്തിട്ടുണ്ട്, സിറ്റിസൺസ് ഇത് സെല്ല് ചെയ്യുമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാങ് മെമ്പേഴ്സിന് അതിൻ്റെതായ ആക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. either ഞങ്ങളുടെ അടുത്ത് വന്ന് പറയാം, ഇൻഫോം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാം. ഓക്കെ. അത് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അറൌണ്ട് ഇപ്പൊ കറന്റ്ലി 30 ഫാമിലി സിറ്റിയിലുണ്ട്. ഇത്രയും പേര് വിചാരിച്ചു കഴിഞ്ഞാൽ സിറ്റിസൺസിന്റെ സൈഡിൽ നിന്നുള്ള ഗൺസ് സ്റ്റോപ്പ് ചെയ്യാൻ സുഖമായിട്ട് നടത്താവുന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെയാണ് ഈ ഗൺസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഗൺസ് ഫാമിലീസിന് മാത്രമേ കൊടുക്കുന്നു, ആ സാധനമാണ് സിറ്റിസൺ സൈഡിലോട്ട് പോകുന്നത്. സോ ഞങ്ങൾ ഇത്രയും കാലം അത് നിങ്ങൾ ഫാമിലീസ് ചെയ്യും, ഫാമിലീസ് സ്റ്റോപ്പ് ചെയ്യും. വി ആർ ഡൂയിങ് എ ബിസിനസ്. സോ നിങ്ങൾ നിങ്ങളുടെ സൈഡ് കറക്റ്റ് ആയിട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മളത് നമ്മുടെ സൈഡിൽ നിന്ന് ഇടപെട്ടിട്ടില്ല. ബട്ട് ഗോയിങ് ഫോർവേഡ് വി ആർ ടേക്കിംഗ് ആക്ഷൻ ഓൺ ഫ്രം അവർ. സോ അത് ഏത് ഫാമിലി ആണ്, ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഏതെങ്കിലും ഒരു മെമ്പർ ആണെങ്കിൽ പോലും ഇത് സെല്ല് ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എഫക്ടിങ് ദ ഹോൾ ഫാമിലി. നിങ്ങൾക്ക് കൺസൈൻമെന്റ് മേ ബി കൺസൈൻമെന്റ് പെർമനന്റ്ലി ബ്ലോക്ക് ആവാം. അതുപോലെ മേ ബി അസറ്റ്സ്. അതുപോരാത്തതിന് നിങ്ങൾ ഈ സിറ്റിസൺ സൈഡിലോട്ട് മിസ്റ്റർ എക്സിനെ ഇല്ലീഗൽ സൈഡിലോട്ട് വലിച്ചു കഴിയുമ്പോൾ അതിന്റെ ആക്ഷൻസ് വേറെ ഉണ്ടാവും. ഓക്കെ. സോ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഗൺസ് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. വി ആർ ഗെറ്റിംഗ് ഗൺസ്. അത് സിറ്റിസൺ അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായി. നമ്മൾ എന്തായാലും പബ്ലിക്കിന് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തായാലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. അത് വേറെ ഏതെങ്കിലും ഫാമിലി ചെയ്യുവാണെങ്കിലും നമ്മൾ അറിയിക്കാം നിങ്ങൾക്ക്. ഓക്കെ. ആഫ്റ്റർ ഓൾ ഗൺസ് നിങ്ങൾക്ക് സിറ്റിയിൽ ഗൺസ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൈറാർക്കി ആ രീതിക്ക് കീപ്പ് ചെയ്യാനാണ്. ഒരു സിറ്റിസന്റെ സൈഡിലും ഒരു ഗ്യാങ് മെമ്പറിന്റെ കയ്യിലും AR എന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാങ്ഡേഴ്സിന്റെ അല്ലാതെ വേറൊരു ഡിഫറൻസ് വരുന്നില്ല. മനസ്സിലായി. ഓക്കെ. സോ അതുകൊണ്ടാണ് നിങ്ങൾ ഫാമിലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഗണ്ണ് തരുന്നത് AR. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ 5 CR അതിന്റെ മുകളിൽ സിറ്റിസൺ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റിസൺ ആയിട്ട് ബിസിനസ് ചെയ്താൽ പോരെ ഞങ്ങൾക്ക്, ഇഫ് ഇറ്റ്സ് മേക്കിംഗ് അസ് റിച്ച്. അതെ. സോ അത് കീപ് ഇൻ മൈൻഡ്. ആൻഡ് നിങ്ങൾക്ക് അസറ്റ്സ് ഗണ്ണും പോർഷൻസും കിട്ടിയായിരുന്നല്ലേ? ഗണ്ണും പോർഷൻസും കിട്ടിയായിരുന്നു. സോ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഗൺസും പോർഷൻസും നിങ്ങൾക്ക് അടുത്തത് കൺസൈൻമെന്റ് ത്രൂ ആയിരിക്കും. സോ സൺഡേ വന്ന് നിങ്ങൾക്ക് കൺസൈൻമെന്റ് ബുക്ക് ചെയ്യാം. നമുക്കിപ്പോ ഈ മന്തിലെ ടുഡേ സൺഡേ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് 30 days അല്ല, ഇപ്പൊ ഫെബ്രുവരി അല്ലേ? ഇപ്പൊ ഫെബ്രുവരി അല്ലേ ഈ മന്ത്? ഈ സൺഡേ വന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ ഒരു ഡേറ്റ് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ. അങ്ങനെ സൺഡേസിൽ മാത്രം വന്നിട്ട് ഡേറ്റ് കളക്ട് ചെയ്ത് പോകാനാണ്. അതെ. എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാം. കാരണം
ഡേറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാലോ അറൌണ്ട് 30 ഫാമിലി സിറ്റിയിലുണ്ട്. കൺസൈൻമെന്റ്സ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാസത്തെ കൺസൈൻമെന്റ് നിങ്ങൾക്ക് പോകും. സോ ബെറ്റർ കം ഏർലി ആൻഡ് ബുക്ക് യുവർ ഡേറ്റ്. നിങ്ങളൊരു ഡേറ്റ് ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഡേറ്റ് നിങ്ങൾക്ക് ആയിരിക്കും. പിന്നെ ഉള്ളത് സ്റ്റാർട്ട് ആവുന്നത് 10:30 ആയിരിക്കും. ഇപ്പൊ നാളെയാണ് നിങ്ങളുടെ കൺസൈൻമെന്റ് എന്നുണ്ടെങ്കിൽ നാളെ 10:30 ആയിരിക്കും കൺസൈൻമെന്റ് സ്റ്റാർട്ട് ആവുന്നത്. ആൻഡ് നിങ്ങൾക്ക് കൺസൈൻമെന്റ് ഡീറ്റെയിൽസ് ഞങ്ങൾ നാളെ 9:30 ആയിരിക്കും ഇൻഫോം ചെയ്യുന്നത്. അപ്പൊ 9:30 to 10 ആയിരിക്കും നിങ്ങളുടെ മീറ്റിംഗ് ടൈം. ആ ടൈമിൽ നമ്മൾ 9:30 മുന്നേ നിങ്ങളുടെ ലീഡറിനെയോ കോ ലീഡറിനെയോ കോണ്ടാക്ട് ചെയ്യും. കോണ്ടാക്ട് ചെയ്തിട്ട് ഈ 10 മണിയുടെ ഉള്ളിൽ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യണം. അതാരെ ഫാമിലി ഡ്രസ് ഇല്ലാണ്ട് ഒരാൾ ബാക്കിൽ നിങ്ങളുടെ കൂടെയാണ്. അയ്യോ ഒരു സെക്കൻഡ് സാർ, ഞാൻ ഇപ്പൊ പറഞ്ഞുവിടാം. ഒരു സെക്കൻഡ്. അച്ചായ ഇവിടെ നേർച്ച ചോറൊന്നും കൊടുക്കുന്നില്ല, ഇവിടുന്ന് പോയേ. ഇവിടെ പ്രശ്നോ അച്ചായ? അച്ചായ ഇവിടെ ഒരു സീരിയസ് കാര്യം നടക്കുവോ? നിങ്ങൾ ഇവിടെ നിക്കല്ലേ അച്ചായ? അച്ചായ ഒഫീഷ്യലി ഗ്യാങ്ങിലെ മെമ്പർ ആയിട്ടില്ല. ഞാൻ നാളെ വിളിക്കാം. ഇപ്പോഴത്തെ പോ. ഇല്ല അവര് വെടിവെക്കും. അച്ഛാ പോ. അവിടെ വിളിച്ചോ. അവിടെ ഞാൻ പറയാം, അതിന്റെ ബാക്കിലെങ്ങാനും തൽക്കാലം നിക്ക്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ. പോ. സോറി സാർ, സോറി. രാത്രി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പോലെ സോ ആ ടൈമില് 9:30 to 10 നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. ഇല്ല 10 ശേഷമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൺസൈൻമെന്റ് നിങ്ങൾക്ക് ആ മന്ത് കിട്ടത്തില്ല. സോ നിങ്ങൾ ഈ സൺഡേ വന്ന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് എന്നാന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എമൗണ്ട് വരണം. എത്രയാണ് എമൗണ്ട് എന്നുള്ളത് ബുക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ പറയും. ഗോയിങ് ഫോർവേഡ് ഇതുപോലെ സിറ്റിസൺസിനെ ഒന്ന് അയ്യോ സാർ കൊണ്ടുവന്നല്ല ഇവിടെ എത്തിപ്പെട്ടതാ. അതുപോലെ അപ്പോ മീറ്റിംഗ് ലൊക്കേഷൻസ് റിവീൽ ആക്കരുത്. ഓക്കെ സാർ. ഓക്കെ. സോ എനി ഡൗട്ട്സ്? ഇയാളെന്തേ കാണിക്കുന്ന ഒരു സൈഡിൽ നിന്ന്? Okay. So once again, welcome to Excellent City, welcome to Shadows, and welcome to Mr. X. Thank you sir, thank you so much. We will be doing good business. അതെ ഉറപ്പായിട്ടും. Okay then. See you. Sir, see you. അസറ്റ്സിൽ ഒരു കാറ് അല്ല സോറി ഇല്ല പറയട്ടെ. പറഞ്ഞ ശരി. ഗ്യാങ് വണ്ടി എന്ന് കേറിയിരുന്നു സിറ്റിയിൽ. അത് നിങ്ങൾ ത്രൂ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഓൾറെഡി മീറ്റിംഗ് കഴിഞ്ഞല്ലോ. അത് സ്പോൺ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഹൗസ് ഉണ്ടാവില്ല, ഗ്യാരേജ് ഉണ്ടാവില്ല. ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി അത് ഇന്നലെ എന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതാണ് കറന്റ് ഇനി നിങ്ങൾക്ക് അതെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. അപ്പൊ മീറ്റിംഗ് യു ഫോർ ഗോയിങ് ഫോർവേഡ് ലൈക്ക് തൊപ്പിക്കാരൻ, ഷമീർ, മാക് ആൻഡ് ഷെയ്ഖ്. Sure sir, we'll be. They will be meeting you for. Okay. Thank you sir. Bye. See you. Okay. Then see you. Good day. See you. Good day. Have a good day sir. Have a good day. Sweet dreams. അയ്യോ ഓക്കെ. See you sir. ഇല്ല ആരും കണ്ടില്ല. താങ്ക് യു സാർ. ബൈ. See you. ബൈ. ഓക്കെ. സോറി. ആ അച്ചായനൊന്നും കൊണ്ടല്ലേ.
ആ അച്ഛനോട് 2 വാക്ക് പറയണ്ട എനിക്ക്. ഇയാളെന്തീ കാണിക്കുന്ന അതിന്റെ ഇടയില്? എവിടെ അച്ഛനോടെ? അയാളെങ്ങനെ ഇവിടെ എത്തിയത്? തൂറാൻ പോയി അറിയില്ല. വിളിച്ച എവിടെ 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 കുറ്റിക്കാട്ടില് എവിടെ? നീ എവിടെയാ? അവിടെ നിന്ന് ഇങ്ങോട്ടോ എടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കാണുവാ. ഏതിങ്ങോട്ട്? ഇതാ നിന്റെ ഫ്രണ്ട് നിക്കുന്ന ആ ഓക്കെ പറ. കൈ എടുക്ക. അതെ ആ അത് പ്രശ്നമാട്ടോ. അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും സിറ്റിസൺസിനൊന്നും ഇവർക്ക് കാണാൻ